ട്രയാങ്കിൾ തോട്ട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അയ്യോ എന്നാടാ ദൈവം. Here I come. Oh, here I come. Oh. ട്രയാങ്കിൾ തോട്ട്സ് ഫാക്കൽറ്റീസ് ഒരുക്കുന്ന 2025 ICD CPT അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. Hi, good day all. Myself, Dr. Anushree, Faculty of Triangle Thoughts. 2025 ICD ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പ്രത്യേകിച്ച് പുതിയ അപ്ഡേഷൻസ് ഒന്നും കാര്യങ്ങളില്ല. സെക്കൻഡ് സെക്ഷനിൽ ടേബിൾ ഓഫ് ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസിൻ്റെ അണ്ടറിൽ പുതുതായിട്ട് 3 സബ്സ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തത് ഹൈഡ്രോക്സിലിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിൻ്റെ അണ്ടറിൽ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ആൻറ്റി അലർജിക് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഇമ്മ്യൂണിൻ്റെ അണ്ടറിൽ ചെക്ക് പോയിൻറ്റ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന നെക്സ്റ്റ് ഡ്രഗ് ആഡ് ആയിട്ടുണ്ട്. പിന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഹ്യൂമൻ്റെ അണ്ടറിൽ ഇമ്മ്യൂണോസ്റ്റിമുലൻ ഡ്രഗ് എന്ന് പറയുന്ന അടുത്തൊരു ഡ്രഗ് ആഡ് ആയിട്ടുണ്ട്. ഇത്രയാണ് ടേബിൾ ഓഫ് ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസിൻ്റെ അണ്ടറിൽ വന്ന അപ്ഡേറ്റ്. 2025 chapter specific guidelines changes. Chapter first, certain infectious and parasitic diseases. കോഡ് റേഞ്ച് വന്നിട്ടുള്ളത് A002 to B99 ആണ്. സോ സെപ്സിസ് ഡ്യൂ ടു എ പോസ്റ്റ് പ്രൊസീജറൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഇതിൻ്റെ അണ്ടറിലാണ് നമുക്ക് ഇപ്രാവശ്യം ചേഞ്ചസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും സെപ്സിസിൻ്റെ കേസിൽ നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് കോംപ്ലിക്കേഷനാണ് നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യുന്നത്. അതായത് ടി കോഡുകൾ T81.41 to 43 വരെയായിരിക്കും അവ. സോ അതുകൊണ്ട് തന്നെ ഇവ പ്രൈമറി ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു T81 കാറ്റഗറിയിൽ പുതിയൊരു കോഡ് ആഡായിട്ട് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് T81.49 ഇൻഫെക്ഷൻ ഫോളോയിങ് എ പ്രൊസീജിയർ അതർ സർജിക്കൽ സൈറ്റിൻ്റെ കോഡാണ് അത്. ഓക്കെ, അതുപോലെ നമുക്കറിയാം ഇൻഫെക്ഷൻ ഓഫ് ഒബ്സ്ട്രിക്കിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ടി കോഡ് ആയിരിക്കില്ല പ്രൈമറി ആയി കോഡ് ചെയ്യുന്നത്, പകരം ഒ കോഡാണ് നമ്മൾ പ്രൈമറി ആയിട്ട് കൊടുക്കുന്നത്. അതായത് O86.00 to O86.03. അപ്പം ഈ ഒരു കോഡിൻ്റെ അണ്ടറിലും ഒരു ചേഞ്ച് വന്നതെന്ന് വെച്ചാൽ O86.09. ദാറ്റ് മീൻസ് ഇൻഫെക്ഷൻ ഓഫ് ഒബ്സ്ട്രിക് സർജിക്കൽ വൂണ്ട് അതർ സർജിക്കൽ സൈറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ കോഡും ഇവിടെ ആഡായിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ 2 നിയോപ്ലാസം. കോഡ് റേഞ്ച് വരുന്നത് C002 to D49 ആണ്. ഈ ചാപ്റ്ററിൽ 2 ഗൈഡ് ലൈൻസ് ആണ് ചേഞ്ചസ് വന്നിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വന്നിട്ടുള്ളത് ബ്രസ്റ്റ് ഇംപ്ലാന്റ് അസോസിയേറ്റഡ് അനാപ്ലാസ്റ്റിക് ലാർജ് സെൽ ലിംഫോമൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് കോംപ്ലിക്കേഷനാണ് ബ്രസ്റ്റ് ഇംപ്ലാന്റിൻ്റെ. അതിൻ്റെ കോഡ് നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായത് C84.7A ആയിരുന്നു. അത് അനാപ്ലാസ്റ്റിക് ലാർജ് സെൽ ലിംഫോമ ALK നെഗറ്റീവ് ബ്രസ്റ്റ് ഫോർ BIA ALCL. ഇത്തവണ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൽ ഒരു കോഡ് കൂടുതൽ വന്നത് C84.7B which means anaplastic large cell lymphoma ALK negative in remission for BIA ALCL in remission. അപ്പം ഇൻ റെമിഷൻ കോഡ് ഇതിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പം ഈ സെക്ഷനിൽ ബ്രസ്റ്റ് ഇംപ്ലാന്റിൻ്റെ ലാർജ് സെൽ ലിംഫോമൻ്റെ അണ്ടറിൽ നമുക്ക് 2 കോഡുകളാണ് വന്നിട്ടുള്ളത്. ഒന്ന് പ്രീവിയസ് കോഡ് C84.7A ആൻഡ് ന്യൂ കോഡ് C84.7B എന്ന് പറയുന്ന കോഡ് ഇൻ റെമിഷൻ കോഡ് ആഡ് ആയിട്ടുണ്ട്. കോംപ്ലിക്കേഷൻ കോഡായതുകൊണ്ട് തന്നെ നമ്മൾ ടി കോഡ്സ് എല്ലാം ഉപയോഗിക്കുക. സെപ്പറേറ്റ് നമുക്ക് ചാപ്റ്ററിൽ കോഡ് ഉണ്ട് എന്നുള്ളതും കൂടെ ഓർക്കുക. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് സെക്കൻഡറി മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ് ലിംഫോയിഡ് ടിഷ്യൂസ്. ലിംഫോയിഡ് ടിഷ്യൂസിൽ മാലിഗ്നൻസി സെക്കൻഡറി ആയിട്ട് വരുമ്പോൾ നമ്മൾ പ്രൈമറിന്നോ സെക്കൻഡറിന്നോ നോക്കാറില്ല. അതിന് സെപ്പറേറ്റ് നമുക്ക് എക്സ്ട്രാ നോഡൽ സോളിഡ് ഓർഗൻ സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കോഡുണ്ട്. C81 to C85 കാറ്റഗറി കോഡുകളാണ് വരുന്നത്. ഈ കോഡ് സീരീസിൽ C83.39 എന്ന് പറയുന്ന കോഡിൽ ചെറിയൊരു എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. C83.398 എന്ന് പറയുന്ന എക്സ്പാൻഡഡ് കോഡ് വന്നിട്ടുണ്ട്. ഡിഫ്യൂസ് ലാർജ് B cell lymphoma of other
എക്സ്ട്രാ നോഡൽ ആൻഡ് സോളിഡ് ഓർഗൻ സൈറ്റ് എന്നാണ് ഡിസ്ക്രിപ്ഷൻ. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ അപ്ഡേഷൻസ് ഉള്ളത്. ICD 10CM 2025 അപ്ഡേഷനിൽ ചാപ്റ്റർ 4 എന്തെല്ലാം ഗൈഡ് ലൈൻസ് അപ്ഡേഷൻസ് ആണ് വന്നിരുന്നുള്ളത് നമുക്ക് നോക്കാം. ചാപ്റ്റർ 4 എൻഡോക്രൈൻ ന്യൂട്രീഷണൽ ആൻഡ് മെറ്റബോളിക് ഡിസീസ് E00 മുതൽ E89 കാറ്റഗറി വരെയാണ് ഈ ചാപ്റ്ററിൻ്റെ കോഡ് റേഞ്ച് വരുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസിൻ്റെ അണ്ടറിൽ പുതുതായി വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് പ്രീ സിംറ്റമാറ്റിക്, അതിൻ്റെ കാറ്റഗറി വരുന്നത് E10.A കാറ്റഗറിയാണ്. ഈ കോഡിനെ നമ്മൾ അസൈൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എ പേഷ്യൻ്റ് ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് ഏർലി സ്റ്റേജ് ഓഫ് ഡയബറ്റിസ് മെലിറ്റസ്. ഏർലി സ്റ്റേജ് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ആയിട്ട് ഒരു പേഷ്യൻറ്റിനെ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ കോഡ് അസൈൻ ചെയ്യുന്നുണ്ടാവുക. പേഷ്യൻറ്റിന് സിംറ്റംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ആയിരുന്നു. അടുത്തത് സെക്കൻഡ് ഡയബറ്റിസ് മെലിറ്റസിലാണ് അടുത്ത ചേഞ്ച് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് സെക്കൻഡറി ഡയബറ്റിസ് മെലിറ്റസ് ഡ്യൂ ടു പാൻക്രിയാറ്റക്ടമി. ഇവിടെ നമുക്ക് സീക്വൻസിലാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. മുന്നേ നമ്മൾ 2024 കോഡ് ചെയ്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് പ്രൈമറി ആയിട്ട് പോസ്റ്റ് പ്രൊസീജറൽ ഹൈപ്പോ ഇൻസുലിനേമിയ ആയിരുന്നു. E89.1 കാറ്റഗറി ആയിരുന്നു. ആ കാറ്റഗറി കോഡായിരുന്നു പ്രൈമറി ആയിട്ട് കോഡ് ചെയ്തുകൊണ്ടിരുന്നത്. സെക്കൻഡറി ആയിട്ട് പോസ്റ്റ് പാൻക്രിയാറ്റക്ടമിൻ്റെ E13 കാറ്റഗറി കോഡ്, ടേഴ്ഷ്യറി ആയിട്ട് അക്യൂർഡ് ആബ്സെൻസ് ഓഫ് പാൻക്രിയാസ് കോഡ്. ഇങ്ങനെ ആയിരുന്നു 2024 നമ്മൾ കോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2025 അപ്ഡേഷൻ വന്നത് വെച്ചാൽ മുന്നേ E89.1 ആയിരുന്നു പ്രൈമറി ആയിട്ട് കോഡ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ E13 ആണ് പ്രൈമറി ആയിട്ട് കോഡ് ചെയ്യേണ്ടത്. സെക്കൻഡറി ആയിട്ടാണ് E89.1 എന്നുള്ള കോഡ് സെക്കൻഡറി ആയിട്ട് കോഡ് ചെയ്യുക. പക്ഷെ ഈ ടേഴ്ഷ്യറി കോഡ് ചെയ്യുന്നതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ടേഴ്ഷ്യറി ആയിട്ട് 2024 25 അക്യൂർഡ് ആബ്സെൻസ് ഓഫ് പാൻക്രിയാസ് തന്നെയാണ് കോഡ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ചാപ്റ്റർ 4 അപ്ഡേഷൻ വന്നിട്ടുള്ളത്. The updation of next chapter is chapter 9 disease of circulatory system. Category code I00 മുതൽ I99 വരെയാണ് വരുന്നത്. 2025 സർക്കുലേറ്ററി ചാപ്റ്ററിൽ ഒരു ഗൈഡ് ലൈൻ മാത്രമേ അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൂ. അത് എന്താണെന്ന് നോക്കാം. അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, അതിൽ അതർ ടൈപ്സ് ഓഫ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്ന ഹെഡിങ് ഉണ്ടായിരുന്നു. അതിൽ I24.8 എന്ന കാറ്റഗറി കോഡായിരുന്നു അതർ ഫോംസ് ഓഫ് അക്യൂട്ട് ഇസ്കീമിക് ഹാർട്ട് ഡിസീസിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കോഡ്. ആൻഡ് വിച്ച് ഈസ് നോട്ട് സപ്പോസ് ടു യൂസ് റെപ്രസെൻറ്റ് ടൈപ്പ് 2 MI. ആൻഡ് ദിസ് ഇയർ I24.8 എന്നുള്ള കോഡ് അപ്ഡേറ്റഡ് ആയിട്ട് I24.89 എന്നുള്ള കോഡായിട്ട് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. എന്തോ ഞാൻ എന്താ പറഞ്ഞു.